ഞാൻ നിങ്ങളുടെ ബേബി. വെൽക്കം ടു മൈ ചാനൽ ബേബി സ്റ്റേസ് ഹട്ട്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു 4 മണി പലഹാരം കൊണ്ടാണ്. ഞങ്ങൾക്ക് ഇവിടെ കണ്ടോൺമെന്റ് സോൺ തുടങ്ങി കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും ഇതിന് വേണ്ടുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് സത്യം പറയാൻ എനിക്ക് കിട്ടിയിട്ടില്ല, സാധാരണ ഞാൻ ചെയ്യുന്നതിൽ വെച്ച് നോക്കുമ്പോൾ. എന്നാലും അതിന് പകരമായിട്ട് വേറൊരു കാര്യം കൂടെ ചെയ്തിട്ടാണ് ഇത് ഇണക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നെ ഇതുവരെ എനിക്ക് നല്ലൊരു സപ്പോർട്ട് എല്ലാവരിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയ കാണിച്ചതായ റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്തിട്ട് എനിക്ക് പിക്ചേഴ്സ് ഒക്കെ ഇട്ട് തരുന്നുണ്ട്. ഐ എം റിയലി സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. നമുക്കിന്ന് വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന 4 മണി പലഹാരത്തിന്റെ പേരാണ് കിളിക്കൂട്. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചു. അത് ചൂടായിട്ട് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. ഞാൻ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 2 മീഡിയം സവാള ചെറുതായി അരിഞ്ഞ് ചേർക്കുകയാണ്. ഈ സവാള ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം അതിനകത്തേക്ക് ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും, പിന്നെ അതിന്റെ കൂട്ടത്തിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും പൊടിയായി അരിഞ്ഞതും ഞാൻ ചേർക്കുകയാണ്. അതിന്റെ കൂട്ടത്തിലേക്ക് ഒരു 2 പച്ചമുളകും പൊടിയായി അരിഞ്ഞതിടുകയാണ്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇടുവാണേ. ഇത് നന്നായി ഇളക്കി ഇതിന്റെ നല്ല പച്ചപ്പെല്ലാം പോയതിന് ശേഷം അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, പിന്നെ ഇതാ 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് ഇളക്കുകയാണ്. ഇതായി മസാല എല്ലാം കൂടെ ഒരു 2-3 മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കി വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് ഒരു 1/2 കപ്പ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് പുഴുങ്ങി ചെറുതായിട്ട് നുറുക്കിയെടുത്ത് ചിക്കനും കൂടെ ഞാൻ ചേർത്ത് ഇളക്കുവാണ്. ഈ ചിക്കനും ഉപ്പിട്ടിട്ട് തന്നെയാണ് വേവിച്ചത്. ഈ ചിക്കനും ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഏകദേശം ഒരു ഇടത്തരം വലുപ്പമുള്ള 2 പൊട്ടാറ്റോസ് എടുത്തിട്ടുണ്ട്. അതും ഞാൻ ഇതേമാതിരി ഉപ്പിട്ട് പുഴുങ്ങി നന്നായിട്ട് മാഷ് ചെയ്ത് വെച്ചതാണ്. അതും കൂടെ ഇനി ഇതിനകത്തേക്ക് ചേർത്തിട്ട് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ മസാല ആക്കിയപ്പോഴും അതിന് വേണ്ടുന്ന ഉപ്പിട്ടു, ചിക്കൻ വേവിച്ചപ്പോഴും ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തത്. ഈ പൊട്ടാറ്റോയും അതേപോലെ തന്നെ ഉപ്പിട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തത്. ഇതെല്ലാം നന്നായി വെന്ത സാധനങ്ങൾ തന്നെയാണ്. ഇനി ഇതിപ്പോ നമ്മൾ ഈ ഓയിലിൽ മുക്കി പൊരിക്കുമ്പോൾ ഓവർ കുക്ക്ഡ് ആക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി ഈ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കത് ബോളാക്കിയിട്ടാണ് ഇനി ഫില്ല് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഇപ്പൊ തണുത്തിട്ടുണ്ട്. നമ്മൾ ബോളാക്കാൻ പോവുകയാണ്. അതിനകത്തേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് പുഴുങ്ങിയ മുട്ടയാണ്. അത് ഞാൻ ഒരു മുട്ട ഏകദേശം ഒരു 8 പീസാക്കിയിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ശരിക്കും ഇതിനകത്ത് ഞാൻ ചെയ്യുമ്പോൾ ഫില്ല് ചെയ്യാറ് കാടമുട്ട പുഴുങ്ങിയതാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞങ്ങൾക്ക് കണ്ടോൺമെന്റ് സോണായി പോയത് കൊണ്ട് ഞങ്ങൾക്ക് മുട്ടയൊന്നും വേറെ എവിടെയും കിട്ടാനില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ ഒരു സാധാരണ കോഴിമുട്ട തന്നെ പുഴുങ്ങിയിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മളിത് ആദ്യം ബോൾ പോലെ ആക്കിയതിന് ശേഷം നമ്മൾ പൊട്ടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന എഗ്ഗിനകത്താക്കി മുക്കിയിട്ട് സേമിയയിൽ മുക്കിയിട്ട് വേണം നമ്മൾ ഇത് നല്ലതുപോലെ ഓയിലിൽ വറുത്ത് വരാൻ വേണ്ടി. അപ്പൊ ഇതുപോലെ നമ്മൾ ബോളാക്കി എടുക്കണം. എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ആദ്യം ബോളാക്കി എടുത്തിട്ട് നടുക്കോട്ട് ഇതുപോലെ ഒരു കുഴി പോലെ നമ്മളാക്കി അതിനകത്തേക്ക് വേണം നമ്മൾ ഈ പുഴുങ്ങി മുറിച്ച് വെച്ചിരിക്കുന്ന എഗ്ഗ് വെക്കാനായിട്ട്. എന്നിട്ട് അങ്ങ് അടച്ച് ബോൾ പോലെ ആക്കിയിട്ട് വേണം നമ്മൾ ഇതെല്ലാം ഞാൻ അതുപോലെ ചെയ്തെടുക്കാൻ പോവാണ്. ഞാൻ ആ മാവ് കൊണ്ട് ഇതങ്ങനെ എല്ലാം ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ചീനച്ചട്ടി ചൂടായി അതിനകത്തേക്ക് ഞാൻ ഓയിൽ ഒഴിക്കുകയാണ്. ഇപ്പൊ നന്നായി ആ എണ്ണ ചൂടായതിന് ശേഷം നമ്മളിവിടെ ബോളാക്കി വെച്ചിരിക്കുന്ന ആ ഒരെണ്ണ എടുത്ത് ഈ എഗ്ഗ് ഈ പൊട്ടിച്ചൊഴിച്ച് വെച്ചിരിക്കുന്ന എഗ്ഗിനകത്ത് മുക്കി, പിന്നെ അതിന് ശേഷം നമ്മളിതാ ഈ സേമിയ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന സേമിയയിൽ നന്നായിട്ട് മുക്കി ആ ബോൾ മുഴുവനായിട്ട് മുക്കിയെടുത്തതിന് ശേഷം ഇതാ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
ഇതേപോലെ തന്നെ നമ്മൾ ഈ ബോളാക്കി വെച്ചിരിക്കുന്ന എല്ലാം ഇതേപോലെ എഗ്ഗിനകത്ത് മുക്കി വീണ്ടും സേമിയനകത്ത് മുക്കി നന്നായി ഫില്ല് ചെയ്തിട്ട് ഇതേമാതിരി ഓയിലിൽ നമ്മൾ വറുത്ത് കോരുവാണ്. ഫ്രണ്ട്സ് കണ്ടില്ലേ, നമ്മളെ സൂപ്പർ 4 മണി പലഹാരമായ കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളെ കുഞ്ഞുങ്ങളെല്ലാം വീട്ടിലിരിക്കുവാണ്, അവർക്ക് നല്ലപോലെ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കണം. എല്ലാവരും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വീട്ടില്. ഓക്കെ, പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഞാൻ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ ഫ്രണ്ട്സ്.